ഹലോ. അപ്പോൾ പാമ്പ് കടിച്ച് മരണപ്പെട്ട 8 വയസ്സുള്ള ഒരു കുഞ്ഞ് ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് കുഞ്ഞ് മരണപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവർക്കുണ്ടായ കുറച്ച് അനുഭവം അവർ പിന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അത്ര കാര്യമായി കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കാര്യം അവർ കുറച്ച് ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. കാര്യം കുഞ്ഞിൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളും എന്താണ് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ അവർ മൂങ്ങ കടിച്ചതാണോ അല്ലെങ്കിൽ എന്താ കൈയിട്ട് ഛർദ്ദിക്കാൻ പറയുക, തൊണ്ടയിൽ എന്തെങ്കിലും കഫം കുരുങ്ങിയിട്ടാണ്, കഫം കെട്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ പറയുകയും അതുപോലെ സമയം കുറേ പോവുകയൊക്കെ ചെയ്തു. അവരിങ്ങനെ ലാഘവത്തോടെയാണ് ഓരോന്നും ചെയ്തത്. അപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ അന്നേരം വിലപ്പെട്ടതാണ്. അപ്പം അന്നേരം അത്രയും സമയം അവിടെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതും കാര്യം നില വഷളായപ്പോൾ അവർക്ക് പറ്റിയില്ല. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട്. പക്ഷേ അപ്പോൾ തന്നെ സമയം ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ പോകുന്ന വഴി കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഇത് ഒരു സത്യം ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പം രാത്രിയെന്നല്ല പകലെന്നല്ല ഇതുപോലെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ഇവൻ ഇത് പാമ്പ് കടിച്ചതുകൊണ്ടാണ് അപകട നില ഭയങ്കര വഷളായത്. അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകളൊക്കെ ഒന്ന് ഈ ഡ്യൂട്ടി ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അവരൊന്നെങ്കിൽ ഹൗസ് സർജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരൊക്കെ ആയിരിക്കാം. മെയിൻ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ അവർ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഓടി വരുത്തിച്ചൊക്കെയാണ്. അപ്പോൾ അത്രത്തോളം സമയം പോയി കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇവരോടൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഈവൻ ബൈസ്റ്റാൻഡർ നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ട് അവസരം നമുക്ക് ഭയമാണ്. കാരണം അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് അത്രേ ഉള്ളൂ. അത് കാണാൻ നമുക്കില്ല. പക്ഷേ അവർക്കത് ലാഘവത്തോടെ കാണാൻ പറ്റും. കാര്യം അവരത് സ്ഥിരം കാണുന്നതാണ്. അവർക്കത് പ്രശ്നമില്ല. ഈവൻ അത് മരിച്ചു പോയില്ലെങ്കിലും അവർക്കത് പ്രശ്നമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അത്ര കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. അവർക്ക് അതൊരു ഇമ്പോർട്ടൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം അങ്ങനെ പോകും. പിന്നെ അവരെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിലേക്കോ കൂടിയ ഹോസ്പിറ്റലുകളിലേക്കോ ഒക്കെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ടൈം വേസ്റ്റായി പോകുന്നതാണ്. മിക്ക ഹോസ്പിറ്റലുകളിലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം ഇരിക്കുന്നവരൊക്കെ പരിശോധിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മൾ ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ അവിടെ നമുക്ക് ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും മാറണം എന്നുള്ളതാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു മെയിൻ ഡോക്ടറെ എല്ലാ സമയവും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയ വലിയ ഉപകാരമായിരുന്നു. സീരിയസ്ലി ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്. മെയിൻ ഡോക്ടർ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ പരിശോധിക്കുന്ന സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കും എങ്ങനെ എന്തെന്നൊക്കെ ചോദിക്കും. ഇതാണ് അവസ്ഥ. എന്നിട്ട് അവരുടെ സൗകര്യം പോലെ അവർ വരും. അപ്പോഴൊക്കെ ഇവിടെ അപകട നില പൊക്കൊണ്ടേയിരിക്കും. വളരെ ക്രിട്ടിക്കലായിട്ട് ചിലർ ഭാഗ്യത്തിന് നമ്മൾ എവിടെയെങ്കിലും സമയത്ത് എത്തിക്കുമ്പോൾ ചിലർ രക്ഷപ്പെടും, ചിലർ മരിച്ചു പോകും. പക്ഷെ മരിച്ചു പോയാൽ നഷ്ടം നമുക്ക് മാത്രം. ഇപ്പം ആരുടെ കാര്യം എടുത്താലും ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ സഹോദരൻ മരിച്ചു പോയാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല, നമുക്കില്ല. അവർക്ക് ഇവരാരും ഒന്നുമല്ല. അവരുടെ അച്ഛൻ, അമ്മ, സഹോദരനൊക്കെയാണ് അത് വിലയുള്ളത്. അപ്പോൾ പലർക്കും ഈ ഒരു സംഭവം നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ അനുഭവം ഉണ്ടായി കാണും. എന്തായാലും ഇതൊക്കെ മാറണം, അല്ലെങ്കിൽ ജീവന് യാതൊരു വിലയില്ലാതെ പോകും. കാര്യം 8 വയസ്സായ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ നിലവിളി സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്തായാലും കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞിന്ന് രക്ഷപ്പെടുമായിരുന്നു.